ചെറുപ്പക്കാരികളോട് പ്രത്യേകിച്ച് പറയുകയാണ്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്പർ തരാനും പിന്നാലെ വരാനും ചാറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് പേരുണ്ടാവാ. ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടി നമ്മുടെ ജീവിതം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല. ഏതൊരാളും പ്രണയവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അഭിനയിച്ചുകൊണ്ട് കടന്നു വന്നാൽ, വിവാഹം ചെയ്താലേ നിക്കാഹ് കഴിച്ചാലേ എന്റെ ശരീരം നിനക്ക് സമർപ്പിക്കൂ എന്ന് പറയാനുള്ളൊരു തന്റെ ഇടമെങ്കിലും എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ കാണിക്കണം. അതല്ലാതെ ഫോട്ടോകൾ കൈമാറി, വീഡിയോകൾ കൈമാറി, പരസ്പരം കറങ്ങി നടന്ന് അവസാനം കാമുകൻ തേച്ചു പോകുമ്പോൾ, അവസാനം കാമുകൻ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോ സൂയിസൈഡിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഇനി മേലാൽ നമ്മുടെ നാട്ടിലുണ്ടാവാൻ പാടില്ല, ഇനി മേലാൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. എത്ര സൂയിസൈഡ് നടക്കുന്നുണ്ടല്ലോ. കാമുകന്മാര് പ്രണയാഭ്യർത്ഥനയുമായിട്ട് ഒരു പെണ്ണിനെ സമീപിക്കും. എന്നിട്ട് അയാളോട് പറയും, പെണ്ണിനോട് പറയും, നീ ഇല്ലാതെ ഞാനുമില്ല, ഞാനില്ലാതെ നീയുമില്ല, എനിക്ക് നീയില്ലാതെ വേറെ ലോകമില്ല, നീ പറഞ്ഞാൽ ആകാശത്തുള്ള ചന്ദ്രനെ പോലും ഞാൻ പിടിച്ചെങ്കിൽ തരാന്നൊക്കെ പറഞ്ഞ് പഞ്ചാര വാക്കുകൾ പറഞ്ഞ് ഒരു പെണ്ണിനെ വളക്കും. പെണ്ണങ്ങോട്ട് വിശ്വസിച്ചങ്ങോട്ട് വീഴും ചെയ്യും. പിന്നെ അവർ രണ്ടുപേരും ഒത്തുകഴിഞ്ഞാൽ പിന്നെ ഫോട്ടോകൾ കൈമാറലായി, വീഡിയോകൾ കൈമാറലായി, രാത്രി മുഴുവനും വീഡിയോ കോൺഫറൻസ് ആയി. അവസരം കിട്ടുമ്പോൾ രണ്ടുപേര് കറങ്ങലായി. ഇനിയൊരു അവസരം കൂടി കിട്ടിയാൽ പരസ്പരം ശരീരം പോലും അവർ പങ്കുവെക്കും. എന്തിനാ ഇതൊക്കെ ചെയ്തത്? കല്യാണം കഴിക്കുമെന്നുള്ള ഉറപ്പോടുകൂടിയാണ്. സ്വാഭാവികമായി ചെറുപ്പക്കാരന് പെണ്ണിന്റെ കൂടെ കിടപ്പറ പങ്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ശരീരം പങ്കുവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, ആ ചെറുപ്പക്കാരൻ 100% തേച്ചു പോകാനാണ് സാധ്യത. 100% തേച്ചു പോകാനാണ് സാധ്യത. ഇത് മനസ്സിലാക്കാതെ ശരീരവും ഫോട്ടോയും വീഡിയോ ഒക്കെ അങ്ങോട്ട് കൈമാറി അവസാനം അവന് തേച്ചു പോകുന്ന സമയത്ത് സൂയിസൈഡിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അവൻ തന്റെ സുഹൃത്തുക്കൾക്ക് കാഴ്ചവെക്കാൻ ആവശ്യപ്പെടുന്ന രംഗങ്ങളുണ്ട്. ഇതൊക്കെ സർവ്വസാധാരണയായിക്കൊണ്ടിരിക്കാൻ. ഇവനെ ഇഷ്ടം പോലെ ഒരു പെണ്ണിനെ യൂട്ടിലൈസ് ചെയ്ത് മുതലെടുപ്പ് നടത്തിയ ശേഷം തന്റെ കാമുകിയെ, തന്നെ മാത്രം വിശ്വസിച്ച കാമുകിയെ തന്റെ ചങ്ങാതിമാർക്ക് കാഴ്ചവെക്കാൻ ശ്രമിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ സജീവമാവുകയാണ്. സമ്മതിക്കാതിരിക്കുമ്പോ പഴയ കാലത്ത് അയച്ചു കൊടുത്ത ഫോട്ടോകളും വീഡിയോകളും വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. ഇത് ഞാൻ പുറത്തുവിടാൻ, നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഈ ഫോട്ടോകൾ പരസ്യമാക്കും, ഈ വീഡിയോകൾ ഞാൻ പരസ്യമാക്കും എന്ന് പറഞ്ഞ് പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുമ്പോ എന്റെ നൈക്കഡായ നഗ്ന ഫോട്ടോകളൊക്കെ പുറം ലോകത്തെത്തുന്നതിന് പകരം എനിക്ക് മരിക്കലാണ് എന്ന് പറഞ്ഞ് ടെലിവിഷൻ കഴിച്ച് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്ന, ഒരു തുണ്ട് കാറിലൊക്കെ ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളുടെ അനുഭവങ്ങൾ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പ്രേമഭ്യർത്ഥനയുമായി, പ്രേമഭ്യർത്ഥനവുമായി, പ്രണയാഭ്യർത്ഥനയുമായി, പ്രപ്പോസലുമായി ആരെങ്കിലും നിങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവണം, നിങ്ങൾക്കൊരു ഡിഗ്നിറ്റി ഉണ്ട്, നിങ്ങളുടെ ശരീരത്തിനൊരു പ്രൈവസി ഉണ്ട്. ആ പ്രൈവസിയും ഡിഗ്നിറ്റിയും അന്തസ്സും കാത്തു സൂക്ഷിച്ച് എന്നെ നിക്കാഹ് കഴിച്ചാലേ എന്റെ ശരീരത്തിന്റെ സ്വകാര്യ ഭാഗങ്ങൾ ആസ്വദിക്കാൻ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് ആർജവത്തോടെ, തന്റെ ഇടത്തോടെ നിങ്ങളുടെ പിന്നാലെ വരുന്ന കാമുകന്മാരുടെ മുഖം നോക്കി പറയാൻ നിങ്ങൾക്ക് സാധിച്ചാലേ, ആത്മാർത്ഥമല്ലാത്ത കാമുകന്മാര് നിങ്ങളെ പിരിഞ്ഞു പോകാൻ അത് മാത്രം മതി. ആത്മാർത്ഥതയില്ലാത്ത കാമുകന്മാർ ശരീരം കിട്ടൂല എന്ന് തോന്നിയാൽ അവർ ഇറങ്ങിപ്പോകും, അവർ പിരിഞ്ഞു പോകും. അതുകൊണ്ട് നിങ്ങളുടെ തടി നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്, നിങ്ങളുടെ പ്രൈവസി നിങ്ങളാണ് സൂക്ഷിക്കേണ്ടത്. ഞാനിത് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവമായതുകൊണ്ട് മാത്രം സൂക്ഷിക്കുകയാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനമുള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും സൂയിസൈഡിന്റെ, ആത്മഹത്യകളുടെ, ഒളിച്ചോട്ടങ്ങളുടെ കഥകൾ കേൾക്കുന്നത് വളരെ നേരത്തെ അവർ സ്വകാര്യമായി അയച്ചു കൊടുത്ത ഫോട്ടോകളുടെ, വീഡിയോകളുടെ, ആ പഴയ കാലത്തെ സ്മരണകൾ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്തതിന്റെ പേരിലാണ് എന്ന് തിരിച്ചറിയുമ്പോ, നിങ്ങൾ സ്നേഹത്തിന്റെ പഞ്ചാര വാക്കുമായി കടന്നു വരുമ്പോ എല്ലാം അങ്ങോട്ട് അയച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, നിക്കാഹ് കഴിയാതെ നിങ്ങളുടെ ശരീരം ഒരാളുടെ മുമ്പിലും സമർപ്പിക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിക്കാഹ് കഴിയാതെ നിങ്ങളുടെ ഒരു ഫോട്ടോ പോലും നെയ്ക്കടായാലും അല്ലേലും നിങ്ങളുടെ കൈകളിൽ നിന്ന് മറ്റൊരാളുടെ ഫോണിലേക്ക് പോവാതെ സൂക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെട്ടത് തന്നെയാണ്, നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ അഭിമാനമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മൾക്ക് ബോധം നൽകട്ടെ.